ഈ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ചാലും ഹിന്ദിയിൽ എളുപ്പത്തിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയി വരുന്ന ഒരു ചോദ്യമാണ് സംക്ഷേപം. അപ്പോൾ ഇത് ആരും ഒഴിവാക്കരുത്. 6 മാർക്ക് ഒറ്റയടിക്ക് നേടാൻ പറ്റും. സംഭവം സിമ്പിളാണ്. ഈ തന്നിരിക്കുന്ന പാരഗ്രാഫ് 3-1 ചുരുക്കി എഴുതുകയാണ് വേണ്ടത്. പിന്നെ ആ പാരഗ്രാഫ് വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ മേലെ കൊടുത്തിരിക്കുന്ന 2 മാർക്കും നമുക്ക് സിമ്പിളായിട്ട് നേടാൻ പറ്റും. ഈ 2 കാര്യങ്ങൾ ഇതിൽ നിന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് 8 മാർക്ക് നേടാം. ഈ വർഷം തന്നെ എക്സാമിന് വന്നിട്ടുള്ള 2 പോസ്റ്റർ നിർമ്മിക്കുന്ന ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പോസ്റ്റർ നിർമ്മിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കേണ്ടത് അത് എന്തിൻ്റെ പോസ്റ്ററാണ് നമ്മൾ നിർമ്മിക്കുന്നത്, പിന്നെ തീയതി, പിന്നെ സമയം, പിന്നെ സ്ഥാൻ, പിന്നെ ഉദ്ഘാടനം ആരാണ് ചെയ്യുന്നത് അത് എഴുതി കൊടുക്കുക. പിന്നെ സബ്കാ സ്വാഗതം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും സ്വാഗതം ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു ഫോർമാറ്റ് കൊടുക്കുന്നുണ്ട് പോസ്റ്ററിൻ്റെ, അത് നോക്കി മനസ്സിലാക്കുക. ആൻസർ ഷീറ്റിൻ്റെ ഒരു പുറം മൊത്തം പോസ്റ്റർ ചെയ്യുന്നതായിരിക്കും നല്ലത്. നല്ല വൃത്തിയിൽ ബോക്സൊക്കെ വരച്ച് ചെയ്യുന്നത് ഒത്തിരി കൂടി നന്നായിരിക്കും. അതുപോലെ തന്നെ കഴിഞ്ഞ എക്സാമുകളിലൊക്കെ തുടർച്ചയായി ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഡയറി റൈറ്റിംഗ്. അപ്പോൾ അതിൻ്റെ ഒരു ഫോർമാറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് സന്തോഷം വരുമ്പോൾ എഴുതേണ്ട ഡയറിയാണ്. അതുപോലെ തന്നെ ഇത് സങ്കടം വരുന്ന സമയത്ത് ഈ ഖുഷി എന്നുള്ളടത്തൊക്കെ ദുഃഖം ആക്കിയാൽ മതി. അപ്പോൾ ഇത് സങ്കടം വരുമ്പോൾ എഴുതുന്ന ഡയറിയുടെ ഫോർമാറ്റ്. അപ്പോൾ ഈ ഫോർമാറ്റ് കാണാതെ പഠിച്ചാൽ തന്നെ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. ഈ ഒരു ഗ്യാപ്പ് കാണുന്ന ഭാഗത്താണ് ടോപ്പിക് എന്താണ് തന്നിട്ടുള്ളത് അത് നമുക്ക് കഴിയുന്ന പോലെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുന്നത് വേണ്ടത്. ഈ ഒരു ഫോർമാറ്റ് പഠിച്ചാൽ തന്നെ നമുക്ക് ഡയറിയിൽ ഫുൾ മാർക്ക് സെറ്റ് ആക്കാം. ഒരു ചോദ്യമാണ് കോൺവെർസേഷൻ അപ്പോൾ ബാക്കിയത്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റൻ ആണ്. ഇത് നമ്മൾ പാഠം മനസ്സിലാക്കി മാത്രമേ നമുക്ക് ഇത് എഴുതാൻ പറ്റുക. ഏത് പാഠത്തിൽ നിന്ന് ഇത് വരികയെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. കോൺവെർസേഷൻ മാത്രമായിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ തന്നിട്ട് ഹിന്ദിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാനുള്ള ഒരു ചോദ്യം ഉണ്ടാവും. ഈ ഒരു വീഡിയോയിൽ ക്വസ്റ്റൻ പേപ്പർ എങ്ങനെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇതൊന്നും വിശദീകരിക്കുന്നില്ല. ഇതൊക്കെ വിശദീകരിച്ചിട്ട് വേറെ വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഇനി അടുത്തതായി വരുന്നത് ഒരു ഫിലിം സമീക്ഷയാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ഫിലിമിനെ കുറിച്ച് എഴുതാം. അതിൻ്റെ ഡയറക്ടർ, അതുപോലെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പാട്ടുകൾ, പിന്നെ ക്യാരക്ടേഴ്സ്, ഇതൊക്കെ അറിഞ്ഞ് വെച്ചാൽ മതി. പിന്നെ മെയിനായിട്ട് അതിൻ്റെ സ്റ്റോറി എന്താണെന്ന് കൂടി അറിഞ്ഞിരിക്കണം. ഇത് 8 മാർക്കിൻ്റെ എസ് ആയിട്ടാണ് വരിക. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന മറ്റൊരു ചോദ്യമാണ്. ഇത് 8 മാർക്കിനാണ് ഇത് വരുന്നത്. ഇത് കാര്യം തിരിച്ച് തന്നിട്ടുണ്ടാവും. ഇതിന് മാച്ചായിട്ട് എഴുതാണ് വേണ്ടത്. ഇങ്ങനെ ചെയ്താൽ തന്നെ ഒരു 8 മാർക്ക് ഉറപ്പായിട്ടും കിട്ടും. ഈ കൊടുത്തിരിക്കുന്ന ഇംഗ്ലീഷും ഹിന്ദി വാക്കുകൾ പഠിച്ചാൽ മതി, കാണാതെ പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ ക്വസ്റ്റൻ പേപ്പറിൽ കൊടുത്തിട്ടുണ്ടാവും. അത് നമ്മൾ തിരഞ്ഞെടുത്ത് എഴുതാണ് വേണ്ടത്. ഇങ്ങനെയാണ് ചോദ്യം ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യം വിദ്യാഭ്യാസം തയ്യാറാക്കാൻ അതും നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. 8 മാർക്കാണ് ഇതിനും. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ പരസ്യം ഉണ്ടാക്കാനാണ്. ഇവിടെ ഒരു ഐസ്ക്രീമിനെ കുറിച്ചിട്ടാണ് പരസ്യം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഹിൻസൊക്കെ താഴെ തന്നിട്ടുണ്ടാവും. അതൊക്കെ വെച്ചിട്ട് നമ്മളൊരു വിദ്യാഭ്യാസം തയ്യാറാക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു മോഡൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ ചിത്രം വരയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ ഭംഗിയും കൂട്ടുക. പിന്നെ ഒരു പേജ് മൊത്തമായിട്ട് ഇത് എഴുതണം. ബോർഡറൊക്കെ വരച്ച് നല്ല വൃത്തിയിൽ വേണം ഇത് ചെയ്യാൻ. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരുന്ന ചോദ്യം കൂടിയാണ് സൂചനാധികാര പത്രം തയ്യാറാക്കൽ. അപ്പോൾ ഈ തന്നിരിക്കുന്നതൊക്കെ വെച്ചിട്ട് സൂചനാധികാര പത്രം തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫോർമാറ്റ് കൊടുക്കുക ടെക്സ്റ്റ് ബുക്കിലുള്ളത്. അപ്പോൾ അത് നോക്കിയിട്ട് അങ്ങനെ ചെയ്യേണ്ടത് മനസ്സിലാക്കുക. പിന്നെ ഇതിനൊക്കെ ഒരു ഫോർമാറ്റ് ഉണ്ട്. അതൊക്കെ വേറെ വീഡിയോ അപ്ലോഡ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ചോദ്യമാണ് പ്രൊഫൈൽ തയ്യാറാക്കൽ. ഇതിൻ്റെ ഫോർമാറ്റുകളൊക്കെ ഇനിയുള്ള വീഡിയോയിൽ കാട്ടിത്തരാം. പിന്നെ ക്വസ്റ്റൻ പേപ്പറിൻ്റെ തുടക്കത്തിൽ തന്നെ ഇതുപോലെ 1 വേർഡ് ക്വസ്റ്റൻസ് ആവും ചോദിച്ചിട്ടുണ്ടാവുക. അതിൻ്റെ ഓപ്ഷൻസും ബ്രാക്കറ്റിലുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഈ 6ാമത്തെ ക്വസ്റ്റൻ കണ്ടോ, ഇതേപോലെ ചേർത്ത് എഴുതിയിട്ടും മേലെ തന്നിരിക്കുന്നത് പോലെ വിട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ടാവും ക്വസ്റ്റ്യൻസ്. പിന്നെ 8ാമത്തെ ക്വസ്റ്റനിലെ പോലെ ഇതേപോലെ ഒരു വരി തന്നിട്ട് മേലെ 2 ചോദ്യം ഉണ്ടാക്കാനുള്ള വാക്യങ്ങൾ കൊടുത്തിട്ട് ചോദ്യം ഉണ്ടാക്കാനുള്ള ഒരു ക്വസ്റ്റ്യനും ഉണ്ടാവും. 2 മാർക്കിനാണ്. 6 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങൾ 2 മാർക്കിനാണ് ഉണ്ടാവുക. പിന്നെ ഇതുപോലെ നമ്മുടെ പാഠത്തിലുള്ള ഏതെങ്കിലും ഒരു കവിത തന്നിട്ട് 1 മാർക്കിനും 2 മാർക്കിനും ചോദ്യം, പിന്നെ 6 മാർക്കിന് ടിപ്പണി എഴുതാനും ഉണ്ടാവും. പിന്നെ നമുക്ക് ഇത്തവണ കബീർദാസിൻ്റെ 5 ദോഹ പഠിക്കാണ്ട് അതിലേതെങ്കിലും ഒരു ദോഹനെ കുറിച്ചിട്ട് ചോദിക്കും. പിന്നെ അതുപോലെ തന്നെ ഒരു ക്യാരക്ടർ സ്കെച്ചും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഒരു വർഷത്തെ +1 കഴിഞ്ഞാൽ +2 ക്ലാസ് ആയിരിക്കും ഇനി മുതൽ ഇടുക. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് +2ലും ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് തന്നെ പഠിക്കാം. അപ്പോൾ ഇനി മറ്റ് സബ്ജക്റ്റിൻ്റെ ക്ലാസ്സുമായി വരുന്നത് വരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.